സുരേഷ് ഗോപി, സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സർക്കാരിനെ സംബന്ധിച്ച്. മറുഭാഗത്ത് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും KSRTCയുടെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഇന്ന് KSRTC സംബന്ധിച്ച് ചരിത്രത്തിൽ എഴുതുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും എങ്കിലും ഈ ദിവസം ആദ്യം KSRTCയെ കുറിച്ച് ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട ദിവസത്തിൽ അങ്ങേക്ക് ആദ്യം ഓർമ്മ വരുന്നത്, പറയാൻ തോന്നുന്നത് എന്താണ്? അല്ല, ഞാൻ KSRTC യാത്രയെ സംബന്ധിച്ച് മാത്രമല്ല, ഒന്നാമത് ഈ പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. നമുക്കിത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും അതാത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കെൽപ്പനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അത് സാമ്പത്തിക നില കുറച്ചുകൂടി മെച്ചപ്പെടുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടെ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബസ് യാത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കുട്ടിക്കാലത്തുള്ള ബസ് യാത്രയാണ്. സംഘം എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത്, ഞങ്ങൾക്ക് കൊല്ലത്ത് ടൗണിൽ അങ്ങനെ KSRTCയുടെ സേവനമല്ല വിപുലമായിട്ടുണ്ടായിരുന്നത്, പ്രൈവറ്റ് ബസ്സുകളുടെയാണ്. അതിൽ ഞാൻ ഓർക്കുന്നത് പഴയ ബെഡ്ഫോർഡുണ്ട്, ഫ്രണ്ടിലേക്ക് മൂക്ക് തള്ളിയുള്ള ബസ്സുകൾ. അങ്ങനെയുള്ള ബസ്സുകൾ ഒരുപാടുണ്ട്. ഷക്കീല എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഉടമയുണ്ടായിരുന്നു. ആ ബസ്സിലെയൊക്കെ യാത്രയാണ്. ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ജോബി ആയാലും അതുപോലെ തന്നെ പ്രവീണയും വിവേക് ഗോപനൊക്കെ പറയുന്നത് കേട്ടു, പ്രിയങ്ക പറയുന്നത് കേട്ടു യാത്രകളെക്കുറിച്ച്. അപ്പോൾ ഈ പുറകിലുള്ള ഷോൾഡർ ബാഗ്, ബാക്ക് പാക്ക്, അതിൽ പുസ്തകങ്ങൾ ഭയങ്കര ചുമടുമായിട്ട് പോയി ബസ്സിനകത്ത് കയറിയിരിക്കുന്നത്, ഇത് അടുത്ത് നിൽക്കാനുള്ള ഒരാളുടെ സ്പേസ് കവരുന്നത്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. ഞങ്ങൾക്ക് അന്ന് അലൂമിനിയം ബോക്സുകളായിരുന്നു കയ്യിൽ. ഇത് തങ്ങളിൽ കൂട്ടിമുട്ടുന്നത്, ഇതിൻ്റെ കലപില ശബ്ദമായിരുന്നു ബസ്സിലാകെ ഉണ്ടായിരുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്. ചില ഡ്രൈവേഴ്സൊക്കെ കുറച്ച് ചെറുപ്പക്കാരാണെങ്കിൽ നല്ല ട്രാൻസിസ്റ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഏരിയയിലും പിടിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഇരപ്പ് വരും. അന്ന് ഒരുപക്ഷെ റേഡിയോയിൽ നടക്കുന്ന പരിപാടികളൊക്കെ കേൾക്കും, ചിലപ്പോൾ പാട്ടുകൾ കേൾക്കും. ചിലർ ദുബായ് കാലഘട്ടം വന്ന് തുടങ്ങിയപ്പോൾ നല്ല പാട്ടുകൾ, കാസറ്റ് റെക്കോർഡർ ചെറുതാണ്, ഒരു കാസറ്റ് ഇട്ട് അത് ഒരു സ്പീക്കറുള്ള യൂണിറ്റൊക്കെ വെച്ച് അങ്ങനെയും കേൾക്കുമായിരുന്നു. ഒരു പുതിയ സംവിധാനത്തിലുള്ള ബസ്സിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോളോ മോട്ടോഴ്സ്. ഞാൻ ഈ പേരുകളെല്ലാം ഒരുപക്ഷെ ഒരു ട്രിബ്യൂട്ടായിട്ട് അവതരിപ്പിക്കുകയാണ്. അതുപോലെ റഹ്മത്ത്, ഇരവിപുരം തങ്കശ്ശേരി റൂട്ടിൽ ഓടിയിരുന്ന അപ്പോളോ മോട്ടോഴ്സ്, ലയലൻഡിൻ്റെ, അശോക് ലയലൻഡിൻ്റെ ആ പുതിയ എൻജിൻ്റെ ശബ്ദവും ശരിക്കും ഒരു MGR രജനീകാന്ത് എഫക്റ്റാണ് ആ വണ്ടിക്ക്. ഒരു മാസീവ് ഹീറോ വരുന്നത് പോലെയാണ്. പലപ്പോഴും പല ബസ്സുകളും വിട്ട് കളഞ്ഞിട്ട് ഇതിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കും. ഞാൻ അപ്പോഴെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളത്, പെൺകുട്ടികൾ വരെ ഫുട്ബോളിൽ മേളിലത്തെ പടിയിൽ കയറി എങ്കിലും ഇടം പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നു. പുറകെ 3-4 ആണുങ്ങൾ, കണ്ടക്ടറും ക്ലീനറും ഒക്കെ ഉണ്ടാവും, എങ്കിലും 3-4 ആളുകൾ വട്ടം കൈപിടിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആൺകുട്ടികളൊക്കെ തൂങ്ങിക്കിടന്ന് പോകുന്നത്, ഈ ഫുട്ബോൾ പലപ്പോഴും നമുക്ക് പുറകിൽ നിന്ന് വരുന്ന ഒരു കാർ യാത്രികനോ അല്ലെങ്കിൽ ബൈക്ക് യാത്രികനോ ചിലപ്പോൾ ഈ ഫുട്ബോൾ എങ്ങാനും തറയിൽ ഇടിക്കുമോ എന്നൊക്കെ തോന്നുന്ന അങ്കലാപ്പ്. അന്നും ഇത് തന്നെയാണ് ഒരു ലോജിസ്റ്റിക് അറേഞ്ച്മെൻറ്റിൽ ഒരുപാട് അനോമലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ എണ്ണം സമൂഹത്തിലേക്ക് പുറത്തു, അവർക്കൊരു ലിബറേഷൻ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നു, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. ഇത്രയും പണ്ടില്ലായിരുന്നു. ആ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത്, അത് കഴിവതും നിർധനരായ, ഇന്ന് പറഞ്ഞു, ഒരു യാത്രയ്ക്ക് വേണ്ടി കാശില്ലാത്തത് കൊണ്ട് എങ്ങോട്ടും പോകണ്ട അല്ലെങ്കിൽ നടന്നു പോകാം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സ്ത്രീ സമൂഹമുണ്ട്. അതിലൊരു പ്രതിനിധിയെ ഇന്ന് ഞാൻ മാതൃഭൂമി ചാനലിൽ കേട്ടു. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഓറിയൻറ്റേഷനിലുണ്ട്, ഇത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പദ്ധതിക്ക് വൻ വിജയം ആശംസിക്കുകയാണ്. ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
എന്തായാലും അങ്ങ് പറഞ്ഞപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ലൈലാൻഡ് ബസ്സിന്റെ ആ ശബ്ദം ഇപ്പോൾ ഞങ്ങളും ചെറുപ്പത്തിൽ ഇപ്പോൾ നമ്മൾ റബ്ബർ തോട്ടത്തിലൂടെ ബസ് കളിക്കുമ്പോൾ ഭ്രും 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 ടിട്ടിടി ടിടിടി എന്ന് പറഞ്ഞ് സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി ഓടിക്കണം. അപ്പോൾ ടാറ്റയുടെ ബസ്സിനോട് അത്രയ്ക്ക് അങ്ങ് താല്പര്യമില്ല, ആ ശബ്ദത്തിനൊരു ഇഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അതെ, റഹ്മത്ത് ബെൻസിന്റെ പുതിയ എഞ്ചിനുമായിട്ട് വന്നു, പുതിയ മുഖം. ഇന്നിപ്പം പല ഈ മോഡിഫൈഡ് ബസ്സസ് വരുന്നത് പോലെ അന്ന് ഒരു അതിശയിപ്പിക്കുന്ന വാഹനമായിട്ടാണ് മുന്നിൽ വന്നിട്ടുള്ളത്. അതിനങ്ങ് പറഞ്ഞ ശബ്ദമാണ്. പക്ഷേ അപ്പോളോ മോട്ടോഴ്സിൻ്റെ ശബ്ദം ഞങ്ങൾ വീട്ടിൽ അതിൻ്റെ സൗണ്ട് വെച്ച് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഹോൺ, അതുപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള എയർ ബ്രേക്കിൻ്റെ ഒരു അത് എനിക്കിപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഈ ലൈലൻഡ് എഞ്ചിന് അന്ന് ഭയങ്കര മാസിവ് ഒരു ശബ്ദമെന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ മുഴങ്ങി കേൾക്കും.